and welcome back to my channel. എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കുട്ടി ഗെറ്റ് റെഡി വിത്ത് മീ ആണ് കേട്ടോ. ഒരു ഓണം ഗെറ്റ് റെഡി വിത്ത് മീ ആണ് ഇന്ന് ഞാൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. സോ ഞാൻ ആദ്യം തന്നെ ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ മാസിൻ്റെ ഗേൾ പവർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷെയ്ഡാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഞാൻ സിറം അപ്ലൈ ചെയ്യുന്നുണ്ട്. ഞാൻ യൂസ് ചെയ്യുന്നത് ഗാർണിയറിൻ്റെ വൈറ്റമിൻ സി ആണ് കേട്ടോ. ഇപ്പോൾ എൻ്റെ 5th ബോട്ടിലാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. നല്ല റിസൾട്ടാണ് കേട്ടോ. നമ്മുടെ ഫേസ് നല്ലൊരു ഈവൻ സ്കിൻ ടോണായി കിട്ടാൻ വേണ്ടിയിട്ടും നമ്മുടെ പിമ്പിൾസിൻ്റെ മാർക്കുകളും ഒക്കെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ ഒരു സിറത്തിനെ പറ്റിയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിവ്യൂ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കാം കേട്ടോ. കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിന് നല്ല വിസിബിൾ ആയിട്ടുള്ളൊരു ചേഞ്ച് ഇത് നമുക്ക് തരും കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് പോൺസിൻ്റെ ഒരു മോയ്സ്ചർ ക്രീമാണ് കേട്ടോ. ഇതും ഇപ്പോൾ ഞാൻ എൻ്റെ ഡെയിലി ബേസിസിൽ യൂസ് ചെയ്യുന്ന ഒരു മോയ്സ്ചറൈസറാണ്. അതൊന്ന് ഡോട്ടായിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം ഫേസിലോട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മുടെ സിറം യൂസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒരു 2 seconds ഒക്കെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ നെക്സ്റ്റ് പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. അങ്ങനെ ഞാൻ എൻ്റെ ഫേസിൽ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് നല്ലൊരു ക്രീമി ആയിട്ടുള്ള എന്നാൽ പെട്ടെന്ന് അബ്സോർബ് ആവുന്ന ഒരു ക്രീമാണ് കേട്ടോ. ഇതൊരു സിമ്പിൾ ഗെറ്റ് റെഡി വിത്ത് മീ ആണ് കേട്ടോ. ഓണത്തിന് ഇങ്ങനെയായിരുന്നു ഞാൻ മേക്കപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എൻ്റെ ഒരു ഡെയിലി ബേസിസ് മേക്കപ്പ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ക്രീമൊക്കെ ഇട്ട് കഴിഞ്ഞു. അതിനുശേഷം ഞാനിപ്പോൾ പൗഡറാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ ബേബി പൗഡറാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. എന്നിട്ട് സെയിം ഇതുപോലെ തന്നെ ഡോട്ടായിട്ട് ഇട്ടതിന് ശേഷം കൈകൊണ്ട് തന്നെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ ചെയ്യുന്നത്. ഇതുപോലെ 2 കോട്ടുകൾ ഇട്ടതിന് ശേഷമാണ് ഞാൻ ഈ ഒരു പൗഡർ സെറ്റ് ചെയ്യുന്നത് കേട്ടോ. ഫസ്റ്റ് ഒരു തവണ ഇട്ടതിന് ശേഷം ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കും. എന്നിട്ട് വീണ്ടും ഒരു കോട്ടും കൂടെ ഇടുമ്പോഴാണ് എനിക്കത് പെർഫെക്റ്റ് ആവുന്നത് കേട്ടോ. മിനിമൽ പ്രൊഡക്റ്റ് വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു മേക്കപ്പ് ചെയ്യുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ ലിപ്സ്റ്റിക് തന്നെയാണ് ഐഷാഡോ ആയിട്ടും ഇടുന്നത്. ഞാൻ യൂസ് ചെയ്യുന്നത് സെയിം നമ്മുടെ ഗേൾ പവർ ആണ് കേട്ടോ. മാസിൻ്റെ ലിപ്സ്റ്റിക്കാണ് ഇത്. അടിപൊളി ഒരു ലിപ്സ്റ്റിക്കാണ് കേട്ടോ. നമ്മൾ ഏതൊരു ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാലും ഒരു ഓവറോൾ ലുക്ക് നമുക്ക് ഭയങ്കര ബ്രൈറ്റായി തോന്നിപ്പിക്കാനും നല്ല ഭംഗിയാണ് കേട്ടോ. നമുക്ക് നല്ല രസമായിരിക്കും നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ. ഒരു പ്രത്യേക രസമാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു ഷെയ്ഡ് എന്ന് പറയുന്നത്. നമ്മൾ ഏതൊരു കളർ ഡ്രസ്സ് വൈറ്റ് ബ്ലാക്ക് ഒക്കെ ആണെങ്കിൽ പോലും നല്ല ഭംഗി ഉണ്ടാവും ഇട്ട് കഴിഞ്ഞാൽ. സോ ഞാൻ എൻ്റെ കൈകൊണ്ട് തന്നെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഏകദേശം നല്ലൊരു മാച്ചിങ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ കണ്ണെഴുതി കൊടുത്തു. അതിനുശേഷം ഐബ്രോസ് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. എൻ്റെ അത്യാവശ്യം നല്ല കട്ടിയുള്ള പുരുകായതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുത്താൽ മതി. പിന്നെ അധികം ഹെയർസ് ഇല്ലാത്ത പോർഷൻസൊക്കെ ഉണ്ട്. അവിടെ നന്നായിട്ട് ഞാനൊന്ന് വരച്ചു കൊടുത്ത് ബാക്കിയെല്ലാം ഞാൻ ജസ്റ്റ് ഒന്ന് ലൈൻ ചെയ്ത് കൊടുക്കുക മാത്രമേ ഉള്ളൂ കേട്ടോ. നമ്മൾ ഐബ്രോസ് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഫേസ് നല്ലൊരു ലുക്കായിരിക്കും. പിന്നെ നമ്മൾ ലിപ്സ്റ്റിക്കും കൂടെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ കണ്ണെഴുതിയിട്ടില്ലെങ്കിലും നല്ല ഭംഗിയായിരിക്കും കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാനൊരു പൊട്ടിട്ട് കൊടുത്തു. ഞാൻ കളേഴ്സും യൂസ് ചെയ്യാറുണ്ട്. എന്നാലും എൻ്റെ ഒരു കോമൺ ഒരു കളർ എന്ന് പറയുന്നത് ബ്ലാക്ക് ആണ് കേട്ടോ. എത്ര സിമ്പിൾ മേക്കപ്പ് ആണെങ്കിലും അതിനെ ഒന്ന് എൻഹാൻസ് ചെയ്യിപ്പിക്കാനും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ ഹൈലൈറ്റർ. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് NYBയുടെ ഹൈലൈറ്റർ ആണ്. അതിൻ്റെ ഹൈലൈറ്റിംഗ് പോയിന്റ്സിലെല്ലാം ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കൈ വെച്ച് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ദെൻ നിങ്ങളൊരു സെറ്റിംഗ് സ്പ്രേയും കൂടെ അടിച്ചു കഴിഞ്ഞാൽ അടിപൊളി ഒരു ലുക്കായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. ഇപ്പോൾ ഞാൻ സെറ്റിംഗ് സ്പ്രേ യൂസ് ചെയ്യുന്നില്ല. ഇത് മാത്രമേ ഞാൻ യൂസ് ചെയ്യുന്നുള്ളൂ കേട്ടോ. ഇത്രയും പ്രൊഡക്റ്റുകൾ യൂസ് ചെയ്താൽ തന്നെ നമുക്ക് നല്ലൊരു മേക്കപ്പ് ലുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. ഇതിൻ്റെ ഒരു മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഹൈലൈറ്റർ തന്നെയാണ്. ഹെയർ സ്റ്റൈൽ ചെയ്യാൻ എനിക്ക് അത്ര വശമില്ല കേട്ടോ. ഞാൻ ഒന്നെങ്കിൽ ഓപ്പൺ ആയിട്ട് ഇടും, അതല്ലെങ്കിൽ സെൻറ്റർ പാർട്ടീഷൻ എടുത്തിട്ടാണ് ചെയ്യാറ്. പിന്നെ എനിക്ക് പറയാനുള്ളത് ഈ ഒരു കമ്മലിനെ പറ്റിയിട്ടാണ് കേട്ടോ. ഞാൻ മീഷോന്ന് വാങ്ങിച്ചിട്ടുള്ള ഒരു കമ്മലാണ്. നല്ല അടിപൊളി കമ്മലാണ് കേട്ടോ. ഞാൻ കുറേ ആഗ്രഹിച്ച് ഇഷ്ടപ്പെട്ട് വാങ്ങിയിട്ടുള്ളൊരു കമ്മലാണ്. പല ഇൻസ്റ്റാഗ്രാം പേജിലും ഞാൻ നോക്കുമ്പോഴും നല്ല റേറ്റ് ആയിരുന്നു കേട്ടോ. പക്ഷേ അതിൽ നിന്നും കുറഞ്ഞ ഒരു റേറ്റിലാണ് ഞാൻ മീഷോന്ന് ഇത് വാങ്ങിച്ചിട്ടുള്ളത്. ഇതിൻ്റെ സെപ്പറേറ്റ് ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ കണ്ടു നോക്കണം. ആൻഡ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഈ ഒരു ഡ്രസ്സിൽ നന്നായിട്ടുണ്ടായിരുന്നു. സോ ഈ ഒരു ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ബൈ.